നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള CPM സംസ്ഥാന പട്ടിക സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഭാഗിക ധാരണയായി. പത്തനംതിട്ടയിൽ മുൻ മന്ത്രി തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് MP-യുമായ A. ആരിഫും മത്സരിക്കും. മന്ത്രി രാധാകൃഷ്ണനെ ആലത്തൂരിലും മുൻ മന്ത്രി രവീന്ദ്രനാഥ് ചാലക്കുടിയിലും പരിഗണിച്ചെങ്കിലും ഇരുവരും വിമുഖത അറിയിച്ചു. നിലവിലെ ധാരണ അനുസരിച്ച് മറ്റു മണ്ഡലങ്ങളിൽ പരിഗണിക്കപ്പെട്ടവർ ആറ്റിങ്ങൽ V. ജോയ്, VK പ്രശാന്ത്, കൊല്ലത്ത് CS സുജാത, ഇടുക്കി ജോയ്സ് ജോർജ്, പാലക്കാട് M. സ്വരാജ്, ആലത്തൂർ ഡോക്ടർ PK ജമീല, PK ബിജു, കോഴിക്കോട് എളമരം കരീം, V. വാസിഫ്, വടകരയിൽ A. പ്രദീപ് കുമാർ, കണ്ണൂരിൽ MV ജയരാജൻ, KK ശൈലജ, കാസർഗോഡ് TV രാജേഷ്, MV ബാലകൃഷ്ണൻ. ഇന്നും നാളെയുമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 21-ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. പോളിറ്റ് ബ്യൂറോ അംഗീകാരത്തോടെ 27-ന് പട്ടിക പ്രഖ്യാപിക്കും. എറണാകുളത്തും ചാലക്കുടിയിലും മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിൽ ഇനിയും വ്യക്തമായ ധാരണയില്ല. ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയായിരിക്കും നിർണയം. ആറ്റിങ്ങൽ കടകംപള്ളി സുരേന്ദ്രൻ MLA പരിഗണിച്ചെങ്കിലും അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചു. നിലവിൽ MLA എന്നതിനൊപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ജോയിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെയും പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്ന് ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യം. എങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്തിറക്കാനാണ് പരിഗണിക്കുന്നത്. C. രവീന്ദ്രനാഥ് പിന്മാറിയതോടെ ചാലക്കുടിയുടെ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങളുടെ ചുമതല എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടെയായി. ചാലക്കുടിയിലെ 4 മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലാണ്. ആലത്തൂരിൽ K. രാധാകൃഷ്ണനൊപ്പം AK ബാലന്റെ പേരും പരിഗണിച്ചിരുന്നു. ബാലന്റെ ഭാര്യയെ ഡോക്ടർ PK ജമീലയ്ക്കൊപ്പമാണ് കഴിഞ്ഞ തവണ മത്സരിച്ച PK ബിജുവിനെ വീണ്ടും പരിഗണിക്കുന്നത്. പൊന്നാനിയിൽ KT ജലീൽ MLA പരിഗണിക്കുന്നുണ്ട്. എതിർപക്ഷത്തു നിന്നുള്ള ചിലരെ ആലോചിക്കുന്നതായിട്ട് വിവരം. ശൈലജയെ വടകരയിൽ പരിഗണിക്കുന്നുണ്ട്. 3 സീറ്റിലും വനിതകളെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്.